ഒന്നാം ക്ലാസ്സുകാരി റിവാനി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച സങ്കടം മുഖ്യമന്ത്രി കേട്ടു. അടച്ചുറപ്പുള്ള ഒരു വീട് നൽകാമെന്ന് ഉറപ്പും നൽകി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. പഠിച്ചു വളരുമ്പോൾ പണം തിരികെ നൽകാമെന്ന് പറഞ്ഞായിരുന്നു റിവാനി വീടിനായി സോഷ്യൽ മീഡിയയിലൂടെ ദുഃഖം പങ്കുവച്ചത്. മുഖ്യമന്ത്രി അങ്കിളെ, ഞങ്ങൾക്കൊരു പുതിയ വീട് തരുമോ? അതിൽ ഞങ്ങൾ ഉറങ്ങാം. ഞാൻ വലുതാകുമ്പോൾ പണം തിരികെ നൽകാമെന്നായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ റിവാനി തൻ്റെ വീടിൻ്റെ ദുരവസ്ഥ പങ്കുവച്ചത്. എൻ്റെ പേര് റിവാനി. ഞാൻ KVLP സ്കൂളിലാണ് പഠിക്കുന്നത്. ക്ലാസ് UKG. ഞങ്ങൾക്കൊരു വീടുണ്ട്. അതൊരു പഴയ വീടാണ്. രാത്രി മഴയെ പെയ്യുമ്പം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി ഞങ്ങൾക്കൊരു പുതിയ വീട് വെച്ചേരണം. അതിൽ ഞങ്ങൾ ഉറങ്ങാം. ഞാൻ വലുതാവുമ്പം ഞാൻ പൈസ തരാം. ഓരോ മഴപ്പെയ്ത്ത് തുടങ്ങുമ്പോഴും ഈ കുടുംബത്തിൻ്റെ ഉള്ളിൽ ഭീതിയാണ്. കെട്ടുറപ്പില്ലാത്ത വീട്. പലപ്പോഴും അപകടം ഭയന്നാണ് ഇവരുടെ അന്തിയുറക്കവും. വിഴിഞ്ഞം തെന്നൂർക്കോണത്ത് ഓട്ടോ ഡ്രൈവറായ റീഗിളിൻ്റെയും പ്രിയങ്കയുടെയും മകളാണ് റിവാനി. മഴപ്പെയ്ത്ത് തുടങ്ങിയാൽ പിന്നെ വീടിൻ്റെ പല ഭാഗവും ചോർന്നൊലിക്കുന്ന തരത്തിലാണ്. റിവാനിയുടെയും ഇവാൻ്റെയും പുസ്തകങ്ങൾ നനഞ്ഞു കുതിരും. പുസ്തകം വയ്ക്കുവാനായി പോലും സുരക്ഷിതമായ ഒരു സൗകര്യവും ഈ വീട്ടിലില്ലായിരുന്നു. വിഴിഞ്ഞം മുല്ലൂർ ഗവൺമെൻറ് KVLPSലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് റിവാനി. കഴിഞ്ഞ ദിവസമാണ് സമൂഹമാധ്യമങ്ങളിൽ മുഖ്യമന്ത്രിയോട് വീട് ചോദിച്ച് വീഡിയോ പ്രചരിച്ചത്. ഇത് മുഖ്യമന്ത്രി കാണാനുമിടയായി. തുടർന്നാണ് പ്രിയങ്കയുടെ ഫോണിലേക്ക് വിളിയെത്തിയത്. ഇന്ന് രാവിലെ വിൻസെൻ്റ് MLA നേരിട്ടെത്തി വീട്ടുകാരെ അറിയിക്കുകയായിരുന്നു പുതിയൊരു വീട് എന്ന ആഗ്രഹം. ഉടൻ തന്നെ വീട് വയ്ക്കുന്നതിനുള്ള പ്രാരംഭ നടപടികളും ആരംഭിക്കുമെന്നും വിൻസെൻ്റ് MLA പറഞ്ഞു. പ്രിയങ്കയുടെ കുടുംബത്തിൻ്റെ ദയനീയമായ ചിത്രം മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലായ കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ പ്രിയങ്കയെ നേരിട്ട് ഫോണിൽ വിളിക്കുകയും വീട് നിർമ്മിച്ചു നൽകാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് ഇന്നലെ ഉറപ്പ് കൊടുത്തിരുന്നു. അതിനുശേഷം അദ്ദേഹം എന്നെ ബന്ധപ്പെട്ടു. എത്രയും പെട്ടെന്ന് തന്നെ വീട് നിർമ്മിച്ചു കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കും എന്ന് എന്നോടും പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു സ്പോൺസറെ വളരെ പെട്ടെന്ന് തന്നെ കണ്ടെത്തി. ഇന്ന് രാവിലെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ ആ സ്പോൺസർ വന്നു. അപ്പോൾ അവരോട് വീട് വെച്ച് നൽകാൻ അദ്ദേഹം പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പൂർണ്ണമായും വീട് വെച്ച് നൽകാം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ കാര്യങ്ങളും അവർ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏറെ താമസിയാതെ തന്നെ ഇതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കും. സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞാലാണ് അത് ലോകത്തെമ്പാടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന MGM ഗ്രൂപ്പാണ് അത് ചെയ്യാമെന്ന് പറഞ്ഞത്. അന്തിയുറങ്ങാൻ റിവാനിക്കും കുടുംബത്തിനും ഇനി സുരക്ഷിതമായ ഒരു വീടൊരുങ്ങുമെന്ന സന്തോഷത്തിലാണ് ഈ കുടുംബം.